നമസ്കാരം, ഞാൻ ഡോക്ടർ വർഷ പ്രഭാകർ, കൺസൾട്ടന്റ് പൾമനോളജിസ്റ്റ്, MES മെഡിക്കൽ കോളേജ് പെരിന്തൽമണ്ണ ആൻഡ് അമാന ഹോസ്പിറ്റൽ കുറ്റിപ്പുറം. ഇന്ന് മെയ് 31 ലോക പുകയില വിരുദ്ധ ദിനം. അപ്പോൾ ഈ ദിനം നമ്മൾ ആചരിക്കുന്നത് പുകയിലയുടെ ഉപഭോഗവും അതിന്റെ ദൂഷ്യഫലങ്ങളെ കുറിച്ചുള്ള അവബോധം ജനങ്ങളിലേക്ക് എത്തിക്കുവാനുമാണ്. പുകയിലയുടെ ഉപഭോഗം പല രൂപങ്ങളിലുണ്ട്. നമ്മൾ കോമൺ ആയിട്ട് കണ്ടുവരുന്ന രണ്ട് രീതികളാണ് പുകവലിയും പുകയില ചവയ്ക്കുന്നതും. ഒരു ബീഡിയിലും സിഗരറ്റിലും 1000-ലധികം രാസവസ്തുക്കളും 70ഓളം ക്യാൻസറിന് കാരണമാകുന്ന വസ്തുക്കളും അടങ്ങിയിട്ടുണ്ട്. നിക്കോട്ടിൻ എന്ന വസ്തുവാണ് പുകയിലയിൽ അഡിക്ഷന് കാരണമാകുന്നത്. പുകവലി ഏറ്റവും മുഖ്യമായി ബാധിക്കുന്നത് ശ്വാസകോശത്തിനെയാണ്. ഏറ്റവും കോമൺ ആയി നമ്മളിപ്പോൾ കണ്ടുവരുന്ന ഒരു കണ്ടീഷനാണ് COPD അഥവാ ക്രോണിക് ഒബ്സ്ട്രക്റ്റീവ് പൾമണറി ഡിസീസ്. ഈ അസുഖത്തിൽ ശ്വാസകോശത്തിൽ ഒരു ഇൻഫ്ലമേഷൻ ആയി തുടങ്ങുന്നത് പെർമനന്റ് ആയ ഒരു തടസ്സത്തിലേക്ക് എത്തിച്ചേരുകയും അതുമൂലം നടക്കുമ്പോൾ കിതപ്പ് അനുഭവപ്പെടുക, ശ്വാസകോശത്തിൽ കഫക്കെട്ട്, നമ്മുടെ ഓക്സിജന്റെ അളവ് കുറയുക, ചീത്തവായു ആയ കാർബൺ ഡയോക്സൈഡിന്റെ അളവ് കൂടുക, ഇതൊക്കെ സംഭവിക്കുന്നു. അതേപോലെ തന്നെ ശ്വാസകോശത്തിലെ ചുരുക്കം, അതായത് ഇന്റർസ്റ്റീഷ്യൽ ലങ് ഡിസീസ് അഥവാ പൾമണറി ഫൈബ്രോസിസ്. പിന്നെ നമുക്ക് എല്ലാവർക്കും അറിയാം ശ്വാസകോശത്തിലെ ക്യാൻസർ. പുകവലി ചവയ്ക്കുന്നത് മൂലം നമ്മുടെ തൊണ്ട, നാവ്, ഓറൽ ക്യാവിറ്റി എന്നീ ഭാഗങ്ങളിലുള്ള ക്യാൻസറിന്റെ റിസ്ക്കും വളരെ അധികമായി കൂടുന്നു. അതുപോലെ തന്നെ പുകവലി മൂലം നമ്മുടെ ജീവിതശൈലി രോഗങ്ങളായ പ്രമേഹം, കൊളസ്ട്രോൾ, ഹൈപ്പർടെൻഷൻ, സ്ട്രോക്ക്, ഹാർട്ട് അറ്റാക്ക്, വന്ധ്യത, കാഴ്ചക്കുറവ്, വിഷാദ രോഗം എന്നിങ്ങനെ സ്മോക്കിംഗ് റിലേറ്റഡ് അസുഖങ്ങളുടേത് ഒരു നീണ്ട നിര തന്നെയാണ്. നമ്മളെ പുകവലിയിലോട്ട് ആകർഷിക്കുന്ന പല ഫാക്ടേഴ്സും ഉണ്ടാകും. പലപ്പോഴും സമപ്രായക്കാരുടെ സമ്മർദ്ദത്തിൽ ഒരു നേരമ്പോക്ക് പോലെ തുടങ്ങി വെക്കുന്നത് അഡിക്ഷനിൽ ചെന്ന് എത്തി നിൽക്കുന്നു. പുകവലി നിർത്തുക എന്ന് പറയുന്നത് ഒരു ഈസി ടാസ്ക് അല്ല. നമുക്കതിനെ സഹായിക്കാൻ ഇപ്പോൾ നിലവിൽ നിക്കോട്ടിൻ അടങ്ങിയിട്ടുള്ള ചൂയിംഗം, ഒട്ടിക്കുവാനുള്ള പാച്ചസ്, കൗൺസിലിംഗ് ഇതൊക്കെ അവൈലബിൾ ആണ്. പുകവലി നിർത്തി 1 മാസം കൊണ്ട് തന്നെ പ്രമേഹം, ഹൃദ്രോഗം, സ്ട്രോക്ക്, ക്യാൻസർ എന്നീ അസുഖങ്ങൾ വരാനുള്ള റിസ്ക് കുറഞ്ഞു വരും. അപ്പോൾ സ്മോക്കിങ്ങിന്റെ എല്ലാ വശങ്ങളും മനസ്സിലാക്കി ആ വഴി തിരഞ്ഞെടുക്കാതെ ഇരിക്കുക. സേ നോ ടു ടൊബാക്കോ. താങ്ക് യു.